നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃത കച്ചവടങ്ങൾക്കെതിരെ കർശന നടപടിയുമായി കോർപ്പറേഷൻ. തട്ടുകടകളും മത്സ്യസ്റ്റാളുകളും നീക്കം ചെയ്തു. നടപടി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റേത്. ജയിൽ ഭാഗത്ത് ലഹരി മരുന്ന് ഉൾപ്പെടെ വിൽപ്പന നടക്കുന്നതായും ജയിൽ സൂപ്രണ്ട്. കണ്ണപുരത്തെ കൊലപാതകത്തിൽ ശിക്ഷാവിധി. 9 പ്രതികളും കുറ്റക്കാർ. ശിക്ഷ വിധിച്ചത് 19 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം. കൊലപാതകം ശാഖ തുടങ്ങുന്നതിലെ തർക്കം. മായവും കലർപ്പുമില്ലാത്ത ഭക്ഷണമൊരുക്കി ഇന്ത്യൻ കോഫി ഹൌസ്. തുറന്നത് സബ് ജയിൽ റോഡിൽ 12ാമത് ബ്രാഞ്ച്. പ്രവർത്തിക്കുന്നത് നോ പ്രോഫിറ്റ് തത്വമടിസ്ഥാനമാക്കി. ഹോം ഡെലിവറി സൗകര്യവും ഉപഭോക്താക്കൾക്ക് ലഭ്യം. വാർത്തകൾ വിശദമായി. അനധികൃത തട്ടുകടകൾക്കും മത്സ്യസ്റ്റാളുകൾക്കുമെതിരെ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ തുടങ്ങി. പള്ളിക്കുന്ന് സോണൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ 7 മുതൽ പരിശോധന ആരംഭിച്ചത്. പള്ളിക്കുന്ന്, മണൽ, ചാലാട്, കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം എന്നിവിടങ്ങളിലാണ് വ്യാപകമായ പരിശോധന നടന്നത്. മണൽ പ്രദേശത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന 3 മത്സ്യസ്റ്റാളുകൾ നീക്കം ചെയ്തു. മണൽ പ്രദേശത്ത് മത്സ്യം വിൽക്കുന്നവർ മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നതായി പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ വന്നിരുന്നു. കൂടാതെ ആളുകളുടെ കാൽനട യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് മത്സ്യവിൽപ്പന നടന്നിരുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്റ്റാളുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്തത്. കൂടാതെ ചില വർക്ക്ഷോപ്പുകൾ അടിസ്ഥാന സൗകര്യമില്ലാതെ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ അറ്റകുറ്റപ്പണിക്കു ശേഷം റോഡരികിൽ നിർത്തിയിട്ട് പൊതുജനങ്ങൾക്ക് യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചാലാട് ജയന്തി റോഡിലെ വർക്ക്ഷോപ്പിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം വ്യാപകമായ രീതിയിൽ സ്റ്റാളുകളിട്ട് അനധികൃത കച്ചവടം നടത്തുന്നതായും പരാതി വന്നു. തടവുകാർക്ക് കഞ്ചാവ് ഉൾപ്പെടെ ഇവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും ജയിൽ സൂപ്രണ്ട് കോർപ്പറേഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തിലെ അനധികൃത കടകളും ഒഴിപ്പിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KV ജിതേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C ഹംസ, ജയമോഹൻ എന്നിവർ നേതൃത്വം നൽകി. KRTA സംസ്ഥാന സമ്മേളന പ്രചരണത്തിന് വനിതാ അധ്യാപകരുടെ ചുമരെഴുത്തോടെ തുടക്കമായി. ഫെബ്രുവരി 22, 23 തീയതികളിലാണ് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ 6ാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുക. ഇതിന്റെ ഭാഗമായുള്ള ചുവരെഴുത്താണ് യോഗശാല റോഡിൽ ആരംഭിച്ചത്. 2025 ഫെബ്രുവരി 22, 23 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന കേരള റിസോഴ്സസ് ടീച്ചേഴ്സ് അസോസിയേഷൻ 6ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. വനിതാ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ചുവരെഴുത്ത് നടത്തിക്കൊണ്ട് പ്രചരണങ്ങൾ ആരംഭിച്ചു. കണ്ണൂർ യോഗശാല റോഡിലുള്ള ചുമരെഴുത്തിന് KRTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ധന്യ NS, ജില്ലാ സെക്രട്ടറി നിഷ VV, ജില്ലാ വൈസ് പ്രസിഡന്റ് ബബിത പീറ്റർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജൂലിയന TJ എന്നിവർ നേതൃത്വം നൽകി. പോലീസ് മിനിസ്റ്റീരിയൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ പ്രധാനമായും ഇതിൻ്റെ ഭാഗമായി റിട്ടയർ ചെയ്തവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിന്ന് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങൾ, മെമ്പർമാർ ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഒരൊറ്റപ്പെടലുണ്ട്. ആ ഒറ്റപ്പെടലിൽ നിന്ന് അവരെയെല്ലാം സംഘടിപ്പിച്ച് അവരെ ഒരു തരത്തിലേക്ക് അവരെയെല്ലാം യോജിപ്പിച്ച് ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് സംഘടന വഹിക്കേണ്ട പങ്കുണ്ട്. അങ്ങനെ ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ നല്ല ഇടയിൽ ഇവരെല്ലാമായിട്ടൊരു യാത്ര, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങളുടെ സംഘടന ചെയ്തു വരുന്നത് എന്നാണ് സദാശിവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ കേരളം ആയുർവേദത്തിൽ വലിയ മുന്നോക്കമുണ്ടായൊരു സംസ്ഥാനമാണ്. 56 വയസ്സെന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരെയും കണ്ടാൽ റിട്ടയർ ചെയ്യാനായി എന്നൊന്നും പറയില്ല. റിട്ടയർ ചെയ്തവരുടെ യോഗമാണെന്നും പറയില്ല. അത്രമേൽ ഊർജ്ജസ്വലരായ ഇനിയൊരു 10-15 വർഷക്കാലം സേവനം നല്ല നിലയിൽ നടത്താൻ കഴിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി ജിതേഷ് കണ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, PP മോഹനൻ, K രാമകൃഷ്ണൻ, ജെയിംസ് PC, K ദിനേശൻ, സരോജിനി എന്നിവർ സംസാരിച്ചു. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത കച്ചവടങ്ങൾക്കെതിരെ കർശന നടപടിയുമായി കോർപ്പറേഷൻ. തട്ടുകടകളും മത്സ്യസ്റ്റാളുകളും നീക്കം ചെയ്തു. നടപടി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റേത്. ജയിൽ ഭാഗത്ത് ലഹരി മരുന്ന് ഉൾപ്പെടെ വിൽപ്പന നടക്കുന്നതായും ജയിൽ സൂപ്രണ്ട്. കണ്ണപുരത്തെ കൊലപാതകത്തിൽ ശിക്ഷാവിധി. 9 പ്രതികളും കുറ്റക്കാർ.
ശിക്ഷ വിധിച്ചത് 19 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം. കൊലപാതകം ശാഖ തുടങ്ങുന്നതിലെ തർക്കം. മായവും കലർപ്പുമില്ലാത്ത ഭക്ഷണമൊരുക്കി ഇന്ത്യൻ കോഫി ഹൌസ്. തുറന്നത് സബ് ജയിൽ റോഡിൽ 12ാമത് ബ്രാഞ്ച്. പ്രവർത്തിക്കുന്നത് നോ പ്രോഫിറ്റ് തത്വം അടിസ്ഥാനമാക്കി. ഹോം ഡെലിവറി സൗകര്യവും ഉപഭോക്താക്കൾക്ക് ലഭ്യം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ കണ്ണപുരത്തെ DYFI പ്രവർത്തകൻ റിജിത്തിനെ വധിച്ച കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി. 9 RSS BJP പ്രവർത്തകരാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിച്ച തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇവർക്കുള്ള ശിക്ഷ ജനുവരി 7 വിധിക്കും. 2005 ഒക്ടോബർ 3 രാത്രി 8 മണിയോടുകൂടിയാണ് റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. VV സുധാകരൻ, KT ജയേഷ്, CP രജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, PP ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, PV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. കേസിൽ ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3ാം പ്രതി അജേഷ് വിചാരണയ്ക്കിടെ മരിച്ചു. ബാക്കിയുള്ള 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 2005 ഒക്ടോബർ 3 രാത്രി 8 മണിയോടുകൂടിയാണ് റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം നടന്നുവരുന്ന സമയത്ത് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് മാരകായുധങ്ങളുമായി RSS BJP പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകരായിരുന്ന നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 29 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഒപ്പം 59 രേഖകളും 50 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. എല്ലാ പ്രതികളും 10 പ്രതികളും ഒരു കിണറിന്റെ അടുത്ത് ഒളിച്ചിരിക്കുകയും ഇവര് വരുന്നത് മനസ്സിലാക്കി അവരെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആ 10 പേരും അവരുടെ മുമ്പിലേക്ക് റോഡിലേക്ക് ചാടി ഇറങ്ങി അതിനുശേഷം ആയുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്. 5 പേരാണ് നടന്നു പോകുന്നുണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് പരിക്കും. അതുപോലെ റിജിത്തിന് കുത്തുകൊണ്ട് റിജിത്ത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരണപ്പെടുകയാണ് ഉണ്ടായത്. രാത്രി ഏകദേശം 7:45 മണിക്കാണ് ഈ സംഭവം നടന്നത്. അന്വേഷണം നടത്തിയത് അന്നേരം വളപട്ടണം CI ആയിരുന്ന പ്രേമരാജൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയിൽ ഒറ്റ ആള് എന്നുള്ള നിലയിലാണ് ഈ കേസിൽ അന്വേഷണം നടന്നിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ആയുധങ്ങളും കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതികളുടെ ഡ്രസ്സും ഒക്കെ തന്നെ കണ്ടെത്തി. അതിനകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു. അത് ഫോറൻസിക് ലാബിന് അയച്ചു. അതിൽ മനുഷ്യരക്തമാണ് എന്ന് ഫോറൻസിക് ലാബ് കാണുകയുണ്ടായി. അപ്പോൾ ആ പ്രതികളുടെ എല്ലാവരുടെയും പങ്കാളിത്തം കൃത്യമായി തെളിവുകളിലൂടെ
2005 ഒക്ടോബർ 3 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ കണ്ണപുരത്തെ സജീവ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്തിനെ RSS BJP പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 19 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. ഏറെ വൈകാരികമായിരുന്നു അമ്മയുടെയും സഹോദരിയുടെയും പ്രതികരണം. വിധിയിൽ ആശ്വാസമുണ്ടെന്നും ഇതിനായി നീണ്ടകാലം കാത്തിരിക്കേണ്ടി വന്നുവെന്നും റിജിത്തിന്റെ അമ്മ ജാനകിയും സഹോദരി ശ്രീജയും പ്രതികരിച്ചു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. 19 വർഷവും 3 മാസവും കാത്തിരിക്കേണ്ടി വന്നു. 17 വർഷം വരെ അച്ഛൻ കാത്തിരുന്നു. 2 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. ഇപ്പോൾ തനിച്ചായെന്നും മറ്റൊന്നും പറയാനില്ലെന്നും അമ്മ പറഞ്ഞു. വിധി കേൾക്കാൻ അച്ഛനില്ലാതെ പോയെന്ന് സഹോദരി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഞ്ചരക്കണ്ടി കൃഷിഭവൻ, പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അഞ്ചരക്കണ്ടി കാമേത്ത് വയലിന് സമീപം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സംസ്ഥാന കൃഷി വകുപ്പും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ കൃഷിഭവനും എല്ലാം തന്നെ മുന്നിട്ടിറങ്ങിയത് ഏറെ സന്തോഷകരമാണ് എന്ന് നമുക്കെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞ 8 വർഷമായി നല്ല നിലയിൽ നമ്മുടെ നാട് കാർഷിക രംഗത്ത് മാത്രമല്ല സമസ്ത മേഖലയിലും സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. എല്ലാവരും കൃഷിക്കാരാവുക, എല്ലായിടവും കൃഷിയിടമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. അഞ്ചരക്കണ്ടി കൃഷി ഓഫീസർ ഡീന സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു S നായർ, തുളസി ചെങ്ങാട്ട് തുടങ്ങിയവർ പദ്ധതി വിശദീകരണം നടത്തി. വെറും 1 മിനിറ്റില് നമ്മുടെ രാജ്യത്ത് 51 പേര് ജനിക്കുന്നുണ്ടെന്നാണ് ഒരു ശരാശരി കണക്ക്. ഒരു 19 പേര് പ്രായമായിട്ടോ ആക്സിഡന്റിലോ ആയിട്ട് 1 മിനിറ്റിൽ നമ്മുടെ രാജ്യത്ത് മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം 51 - 19 ഏതാണ്ട് ഒരു 32 പേര് ഓരോ നിമിഷവും ഈ ഭൂമിയിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ട്, പുതിയതായി വരുന്നു എന്നർത്ഥം. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 32 പുതിയ വായകൾ ഭക്ഷണത്തിന് വേണ്ടി തുറക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. 1 മിനിറ്റിൽ 60 മിനിറ്റ് വരുമ്പോൾ 1 മണിക്കൂറായി, 24 മണിക്കൂറാകുമ്പോൾ 1 ദിവസമായി എന്ന് പറഞ്ഞാൽ ഗുണിക്കണം 60 ഗുണിക്കണം 24 ആയപ്പോഴേ 1 ദിവസത്തെ ചടങ്ങായുള്ളൂ. അങ്ങനെ 365 എടുക്കുക, 1 വർഷത്തെ കണക്ക്. എത്ര ലക്ഷം ജനങ്ങളാണ് ഈ രാജ്യത്ത് പുതുതായിട്ട് വാ തുറക്കുന്നത് ഭക്ഷണത്തിന്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T പ്രസന്ന, P സജേഷ്, M രമേശൻ, PM മോഹനൻ, TV പ്രജീഷ്, ബിജു ഒറക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യൻ കോഫി ഹൗസ് 12ാമത് ബ്രാഞ്ച് കണ്ണൂരിലെ തെക്കി ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. സബ് ജയിൽ റോഡിൽ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. AKG എന്ന തൊഴിലാളി നേതാവിന്റെ നിർദ്ദേശങ്ങളോടെ പൂർണ്ണമായും തൊഴിലാളികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ഹോട്ടൽ മേഖലയിൽ വില നിലവാരം പിടിച്ചു നിർത്താൻ സ്വകാര്യ മേഖലയിലെ വില നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്നത് ഇതുപോലുള്ള സഹകരണ മേഖല ഉള്ളതുകൊണ്ടാണ്. കോഫി ഹൌസിന്റെ വരവും പ്രവർത്തന രീതികളും ഹോട്ടൽ വ്യവസായത്തെ പൊതുവെ മെച്ചപ്പെടുത്താൻ പര്യാപ്തമാണ്. സഹകരണ മേഖലയിലെ കാർഷിക രംഗത്തും വിപണന രംഗത്തും എല്ലാം പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി വില നിലവാരം പിടിച്ചു നിർത്താൻ കഴിയുന്നുവെന്ന് EP ജയരാജൻ പറഞ്ഞു. ഇവിടെ നമുക്ക് തന്നെ നിങ്ങൾ കണ്ണൂരിൽ ഏതാണ്ട് ഈ നമ്മുടെ കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ് 5 ബ്രാഞ്ചുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണൂരിൽ. നമ്മുടെ വടക്കൻ കേരളം ആകെ എടുത്താൽ ഒരു 10-31 സ്ഥാപനങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഹോട്ടൽ മേഖലയിൽ
വില നിലവാരം പിടിച്ചു നിർത്താൻ സ്വകാര്യ മേഖലയ്ക്ക് തന്നെ പരസ്പര മാത്സര്യത്തോടുകൂടി അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നത് ഈ സഹകരണ പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ്. സഹകരണ മേഖലയിൽ ഭക്ഷ്യരംഗത്തൊരു സ്ഥാപനം വന്നാൽ അത് സ്വകാര്യ മേഖലയെയും ശക്തിപ്പെടുത്തും. സ്വാഭാവികമായും കോഫി ഹൗസ് വരുമ്പോൾ ആ കോഫി ഹൗസിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ സ്വകാര്യ മേഖലയിൽ കച്ചവടം നടത്താൻ സ്വകാര്യ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയി. 1958 ഓഗസ്റ്റിൽ KVK നായർ പ്രസിഡന്റായി കണ്ണൂർ ആസ്ഥാനമായി രൂപീകരിച്ച ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളി സഹകരണ സംഘം കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലായി 32 ബ്രാഞ്ചുകളും 1000-ഓളം ജീവനക്കാരുമുള്ള അതിവിപുലമായ ഒരു ശൃംഖലയാണ്. നോ പ്രോഫിറ്റ് എന്ന തത്വം അടിസ്ഥാനമാക്കിയാണ് സംഘം പ്രവർത്തിക്കുന്നത്. കലർപ്പും മായവുമില്ലാത്ത മിതമായ വിലയ്ക്ക് നല്ല ഭക്ഷണം നൽകാൻ കഴിയുന്നു എന്നതാണ് സംഘത്തിന്റെ വിജയം. ജീവനക്കാരുടെ ആത്മാർത്ഥതയും ത്യാഗസന്നദ്ധയും ഇന്ത്യൻ കോഫി ഹൗസ് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നിയമത്തിന് വിധേയമായി നൽകുന്നുണ്ടെന്ന് സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പറഞ്ഞു. സംഘം വൈസ് പ്രസിഡന്റ് രജീഷ് M സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര എന്നിവർ മുഖ്യ അതിഥികളായി. CPM ഏരിയ സെക്രട്ടറി സുധാകരൻ AKGയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. സൂപ്രണ്ട് ബൈജു PP, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അഷ്റഫ്, CP ചന്ദ്രൻ, M മുകേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാനിച്ചുകണ്ടി കുടുംബസംഗമം മുഴപ്പാല മർഹൂമത്ത് ആയിഷ നഗറിൽ വെച്ച് നടന്നു. ഡോക്ടർ അബ്ദുൽ ഖഫൂർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞത് കാലഘട്ടം കംപ്ലീറ്റ് മാറി. ഇതുവഴി സംഗമത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അല്ലേ? നമ്മുടെ അഡ്രസ് എവിടെയാണ്? നമ്മൾ എവിടെ പോയി നമ്മുടെ പാസ്പോർട്ട് അഡ്രസ് ഉണ്ട്, നമ്മുടെ പേരിന്റെ ഉപ്പാന്റെ പേരുണ്ടാവും അല്ലേ? പാസ്പോർട്ട് എങ്ങനെ വരിക? നമ്മുടെ പേര് ഉപ്പാന്റെ പേര്. അപ്പൊ നമ്മളെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പയാണ്, നമ്മളെ രക്ഷിതാവാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അമ്മയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. TM നിസാമുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PKM സ്വാദിഖ് സ്വാഗതം പറഞ്ഞു. മൂസ ഹാജി പാനിച്ചുകണ്ടി, TC അബ്ദുൾ റസാഖ്, അബ്ദുറഹ്മാൻ മിസ്ബാഹി കല്ലായി, അബ്ദുള്ളക്കുട്ടി ചെമ്പിലോട്, റംഷാദ് മാസ്റ്റർ ആടൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഡോക്ടർ അബ്ദുൽ ഗഫൂർ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ചക്കരക്കൽ SHO MP ആസാദ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ അഡ്വക്കേറ്റ് ലിഷ്മ മുഹമ്മദ് അലി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഫോട്ടോ സെഷൻ, കുട്ടികളുടെ കലാമത്സരങ്ങൾ, അംഗങ്ങളുടെ വിനോദ പരിപാടികൾ എന്നിവയും നടന്നു. സർവകലാശാലകളെ സംഘപരിവാർ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സർവകലാശാല താവക്കര ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ഫാത്തിമ തഹാനി ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലകളെ സംഘിശാലകളാക്കി മാറ്റുന്ന ഗവർണറുടെ നീക്കങ്ങളെ ചെറുക്കുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കെടുകാര്യസ്ഥതയ്ക്ക് ഇടതുപക്ഷമാണ് ഉത്തരവാദികൾ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മാർച്ച്. കേന്ദ്ര വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അതേപടി ഇടതു സർക്കാർ ചുക്കാൻ പിടിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ സംഘശാലകളാക്കി മാറ്റുകയും കാവ്യവൽക്കരിക്കാനുള്ള പല വഴികളും കണ്ടുപിടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം നമ്മുടെ സർവകലാശാലകളെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷകൾ എഴുതി മാർക്ക് വാങ്ങിച്ച് സർട്ടിഫിക്കറ്റിൽ വേണ്ടി കാത്തു നിന്നുകൊണ്ട് VC ഇല്ല എന്നുള്ള പല ദൈനംദിനം നടക്കുന്ന റിസൾട്ട് പബ്ലിഷിംഗ് പോലെയുള്ള ദൈനംദിനമായി നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും മന്ദഗതിയിൽ നിന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ചെയ്തികളെ ഇടതു സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമായിക്കൊണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ് അധ്യക്ഷത വഹിച്ചു. സഹൽ അഷ്റഫ്, KP മഷൂദ്, ഫഹീം ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വ്യാപാരികൾ നിരന്തരമായി ഉദ്യോഗസ്ഥരുടെയും നിയമവ്യവസ്ഥയുടെയും പേരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം മേച്ചേരി. ഏകോപന സമിതി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതും വലുതുമായ 32 യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരിക. ഒരു കമ്മിറ്റിക്ക് തന്നെ ഈ 32 കമ്മിറ്റിയുടെ മേൽനോട്ടം വഹിക്കുക എന്നത് പ്രയാസകരമാണ്. കണ്ണൂരിൽ കൂടുതൽ പ്രവർത്തനം ശക്തമാക്കാൻ കണ്ണൂരിനെ 2 ഭാഗമായി തിരിച്ചുകൊണ്ട് കണ്ണൂർ മേഖലാ കമ്മിറ്റിയും കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയും രൂപീകരിക്കുകയാണ് ചെയ്തത്.
വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ട് ഹരിത കർമ്മസേന ഫീസ്, ഹോട്ടലുകൾക്ക് മാലിന്യങ്ങൾ ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, നിരന്തരമായി കവർച്ചകൾ നടക്കുന്നത്, കണ്ണൂർ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ, വാടകയുടെ മേൽ 18% GST തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ നിരന്തരമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ്. വ്യാപാരികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് പരിഹാരം കാണാൻ തയ്യാറാവണമെന്നും ദേവസ്യ മേച്ചേരി അധികാരികളോട് ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KV സലീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറത്ത്, KP അയൂബ്, ആശ്രയ ട്രഷറർ റിയാസ്, യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ M നൌഷാദ്, ജില്ലാ സെക്രട്ടറി അജിത് ചാലാട്, താജ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഓട്ടോ പാർക്കിംഗ് ഒഴിവാക്കി വ്യാപാരികളെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുക, വഴിയോര കച്ചവടം പൂർണ്ണമായും ഒഴിവാക്കി പകരം സംവിധാനം ഏർപ്പെടുത്തുക, പ്രസ് ക്ലബ്ബ് റോഡിൽ നിന്നും മുനീശ്വരൻ കോവിലിലേക്ക് പോകുന്ന റെയിൽവേ മേൽപ്പാലം ഉടൻ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക, നഗരത്തിൽ പൊതുജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിന് ഏർപ്പെടുത്തിയ സീബ്ര ലൈനിൽ പലതും മാഞ്ഞുപോയത് ഉടൻ മാർക്ക് ചെയ്യുക, മേലെ ചൊവ്വ ഫ്ലൈ ഓവർ നിർത്തലാക്കി നിലവിൽ വീതി കൂട്ടിയ റോഡ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ദുരിതം അകറ്റുക തുടങ്ങിയ പ്രമേയങ്ങൾ ജ്യോതി ദർശൻ, മുനീർ KK, അസീസ് വടക്കുംപാട്, യാസർ എന്നിവർ അവതരിപ്പിച്ചു. KV സലീം പ്രസിഡന്റായും ഷാഫി മുണ്ടേരി സെക്രട്ടറിയായും മൂസ ഷിഫ ട്രഷററായും തെരഞ്ഞെടുത്തു. ഷാഫി മുണ്ടേരി സ്വാഗതവും മൂസ ഷിഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7215, പവന് 57,720 രൂപ, വെള്ളി 98 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത കച്ചവടങ്ങൾക്കെതിരെ കർശന നടപടിയുമായി കോർപ്പറേഷൻ. തട്ടുകടകളും മത്സ്യസ്റ്റാളുകളും നീക്കം ചെയ്തു. നടപടി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റേത്. ജയിൽ ഭാഗത്ത് ലഹരി മരുന്ന് ഉൾപ്പെടെ വിൽപ്പന നടക്കുന്നതായും ജയിൽ സൂപ്രണ്ട്. കണ്ണപുരത്തെ കൊലപാതകത്തിൽ ശിക്ഷാവിധി. 9 പ്രതികളും കുറ്റക്കാർ. ശിക്ഷ വിധിച്ചത് 19 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം. കൊലപാതകം ശാഖ തുടങ്ങുന്നതിലെ തർക്കം. മായവും കലർപ്പുമില്ലാത്ത ഭക്ഷണമൊരുക്കി ഇന്ത്യൻ കോഫി ഹൌസ്. തുറന്നത് സബ് ജയിൽ റോഡിൽ 12ാമത് ബ്രാഞ്ച്. പ്രവർത്തിക്കുന്നത് നോ പ്രോഫിറ്റ് തത്വമടിസ്ഥാനമാക്കി. ഹോം ഡെലിവറി സൗകര്യവും ഉപഭോക്താക്കൾക്ക് ലഭ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.